നവാഭിഷിക്ത ആർച്ച് കോറെപ്പിസ്കോപ്പ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടിന് ഉജ്ജ്വല സ്വീകരണം നൽകി പാമ്പാക്കുട സെന്റ് ജോൺസ് എഫേസോസ് ഓർത്തഡോക്സ് സിറിയൻ വലിയ പള്ളി. ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തി. സ്വീകരണ ചടങ്ങിന്റെ ഉദ്ഘാടനം സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ആർച്ച് കോറെപ്പിസ്കോപ്പ മലങ്കര മൽപ്പാൻ സ്ഥാനങ്ങളിലേക്ക് നവാഭിഷിക്തനായ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് കശീശയ്ക്ക് സ്വീകരണവും പാമ്പാക്കുട സെന്റ് ജോൺസ് എഫേസോസ് ഓർത്തഡോക്സ് സിറിയൻ വലിയ പള്ളി ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളുടെ താക്കോൽദാനവും സൗജന്യ ഡയാലിസിസ് പദ്ധതികളുടെ ഉദ്ഘാടനവുമാണ് നടന്നത്. അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ക്ലിമിസ് വലിയ മെത്രാപ്പോലിത്ത യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സ്വീകരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് മലങ്കര സഭയിൽ ഇത്രയധികം അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി ഇല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനം യുക്തമാണ് എന്ന് കരുതിയത്. ഇത് ബന്ധപ്പെട്ട എല്ലാവരോടും ഞാൻ എൻ്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ എല്ലാവരും അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. ചില മലങ്കര മൽപ്പാൻ സ്ഥാനം കൊടുക്കുവാൻ, അതുപോലെ റീസ് കോറെപ്പിസ്കോപ്പ എന്നുള്ള സ്ഥാനം കൊടുക്കുവാൻ എല്ലാവരും അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിന് യുക്തനാണ് എന്നോട് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ശുശ്രൂഷ ഇന്നലെ നിർവഹിക്കുവാനായിട്ട് കഴിഞ്ഞത്. ചടങ്ങിൽ നവാഭിഷിക്ത ആർച്ച് കോറെപ്പിസ്കോപ്പയ്ക്ക് ഇടവകയുടേതായ സ്വീകരണം നൽകി. കേരള ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ യോഗത്തിൽ മുഖ്യാതിഥിയായി. തീർച്ചയായിട്ടും അത്തരം അത്ഭുതകരമായ ശ്രമകരമായ കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്ത ഒരു സ്നേഹനിധിയായ ഒരു വൈദികനെ, സഭയ്ക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ച ഒരു വൈദികനാണ് ഇന്നിവിടെ ഈ പട്ടം നൽകി ആദരിക്കുന്നത്. സഭയിലെ പിതാക്കന്മാർ, സഭാസ്ഥാനികൾ, മത സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ അനുമോദനം അർപ്പിച്ചു. ബഹുമാനപ്പെട്ട അച്ഛന് ഇന്ന് അനുവദിച്ച് ലഭ്യമായിരിക്കുന്ന ആർച്ച് കോറെപ്പിസ്കോപ്പ പദവി, മലങ്കര മൽപ്പാൻ പദവി അത് ഏറ്റെടുത്ത് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ അദ്ദേഹത്തിന് നൽകുന്ന ഈ സ്വീകരണം അത് തീർച്ചയായിട്ടും സ്വീകരണം നൽകുന്ന ഓരോരുത്തർക്കും സ്വീകരണം ഏറ്റുവാങ്ങുന്ന അച്ഛനും എന്നും നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മിക്കപ്പെടുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും. സമ്മിശ്ര വികാരങ്ങളോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു വികാരത്തിൻ്റെ കാര്യം മാത്രമേ ഇന്നലെ പറഞ്ഞുള്ളൂ. ബാക്കി രണ്ടെണ്ണം ഇന്നത്തേക്ക് ഞാൻ റിസർവ് ചെയ്യുകയായിരുന്നു. ഇന്നലെ പറഞ്ഞത് സന്തോഷം, ഈ വലിയ സ്ഥാനം, ചരിത്രപരമായ ഈ നിയോഗം എനിക്ക് ലഭിച്ചതിലുള്ള സന്തോഷം, പരിശുദ്ധ ബാവാതിരുമേനിയോടുള്ളതായ നന്ദി, പരിശുദ്ധ സുന്നവദോസിനോടുള്ളതായ നന്ദി. അതിനോടൊപ്പം ഞാൻ പറയട്ടെ, ആ സന്തോഷത്തോടൊപ്പം വലിയ ഒരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. അതാണ് രണ്ടാമത്തെ വികാരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ സ്ഥാനം വഹിച്ച പൂർവികരെ ഞാൻ ഓർക്കുന്നു, മറ്റ് മൽപ്പാന്മാരെ ഓർക്കുന്നു, കുടുംബത്തിലുള്ളവരും കുടുംബത്തിന് പുറത്തുള്ളവരും. എന്നെ ഏൽപ്പിച്ച ചുമതലകൾ എത്രമാത്രം ഭംഗിയായി നിർവഹിക്കാനാകും എന്ന് എനിക്കറിയില്ല. ദൈവമേ എന്നെ യോഗ്യനാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ളതായ നന്ദി അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.